ഗ്രൂപ്പ് ഡി എക്സാമുകൾക്ക് ഈ ജി കെ പ്ലസ് കറണ്ട് അഫയേഴ്സ് എന്ന ടോപ്പിക് ഉണ്ട്. ഇതിന് ടോട്ടല് 20 മാർക്സ് ആണ്. അതിലെ സബ്ജക്ട്സ് നോക്കുമ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, അതുപോലെ സയൻസ് ടോപ്പിക്സ്, അതായത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, നാലെണ്ണം. പിന്നെ കമ്പ്യൂട്ടർ, കറണ്ട് അഫയേഴ്സ്. ഇത്രയും ടോപ്പിക്കുകൾ അടങ്ങുന്നതാണ് ജി കെ ആൻഡ് പ്ലസ് കറണ്ട് അഫയേഴ്സ് എന്ന ടോപ്പിക്. നമ്മൾ ഗ്രൂപ്പ് ഡി എക്സാമിൽ ആകെ ഇതിന് വരുന്ന മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്സ് ആണ്. സാധാരണ NTPC എക്സാമുകൾക്ക് 40 മാർക്കിൽ വരാറുണ്ട്. ആ ടോപ്പിക് എന്നാൽ ഗ്രൂപ്പ് ഡിയിലേക്ക് വരുമ്പോൾ വേറെ 20 മാർക്കേ ഉള്ളൂ. അതായത് ജി കെ പ്ലസ് കറണ്ട് അഫയേഴ്സ് പറഞ്ഞ ടോപ്പിക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ ഒരു ടൈം വേസ്റ്റ് ആണ്. കാരണം കടല് പോലെ കിടക്കുന്ന ഒരു ടോപ്പിക്കാണിത്. അതിനുള്ള മാർക്ക് ആകെ 20 മാർക്കാണ്. സോ ഗ്രൂപ്പ് ഡി എക്സാമുകൾക്ക് ഈ പറയുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, സയൻസ്, അതുപോലെ കമ്പ്യൂട്ടർ, ഇതൊക്കെ ഇതിന്റെ പിന്നാലെ നടന്ന് സമയം കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേണമെങ്കിൽ കറണ്ട് അഫയേഴ്സ് ടോപ്പിക് പഠിക്കാം. കാരണം കഴിഞ്ഞ 2024 വിളിച്ച എക്സാമില്, കഴിഞ്ഞ എക്സാമില് 2025 നടന്ന എക്സാമില് ജി കെ ടോപ്പിക് പറഞ്ഞാൽ 20 മാർക്കിന്റെ ജി കെ ടോപ്പിക് മുഴുവനായിട്ട് എന്ത് ചെയ്ത് കറണ്ട് അഫയേഴ്സ് കൊണ്ട് കൊണ്ടുപോയി. 20 മാർക്ക് മുഴുവൻ കറണ്ട് അഫയേഴ്സ് കൊണ്ടുപോയി. ആരും വിചാരിച്ചിരുന്നില്ല. കാരണം നമ്മൾ ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോമുകളായിക്കോട്ടെ, യൂട്യൂബിലുള്ള ചാനലുകളായിക്കോട്ടെ, ഇവരൊക്കെ നിരന്തരം ഇങ്ങനെ ജി കെ വീഡിയോസ് ചെയ്യാറുണ്ട്. ഈ ഓരോ ടോപ്പിക്കിനും ജി കെ വീഡിയോസ് ചെയ്യാറുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ എക്സാമിന്റെ പാറ്റേൺ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ അറിയാം. ഈ എക്സാമിന് അറ്റൻഡ് ചെയ്ത ഗ്രൂപ്പ് ഡി എക്സാം അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് എന്താണ് ആ എക്സാമിന് സംഭവിച്ച പാറ്റേൺ എന്ന് പറഞ്ഞ വ്യത്യാസം എന്ന് അറിയാം. അതായത് ഒരുപാട് നേരം ചെലവഴിച്ച് ഈ പറയുന്ന ടോപ്പിക് ഒക്കെ പഠിച്ച് എക്സാമിന് എത്തിയപ്പോ ചോദിച്ചതല്ല 20 മാർക്ക് മുഴുവൻ 20 മാർക്കിന് മുഴുവനും കറണ്ട് അഫയേഴ്സ്, 20 മാർക്ക് മുഴുവൻ കറണ്ട് അഫയേഴ്സ്. ആരും വിചാരിച്ചില്ല. എക്സാം അറ്റൻഡ് ചെയ്തപ്പോഴാണ് കാണുന്നത് പഠിച്ച ജി കെ എല്ലാം വേസ്റ്റ് ആയി. അത് മാത്രമല്ല, ജി കെ എന്ന വെറും 20 മാർക്ക്, അതായത് 100ൽ വെറും 20 മാർക്ക് മാത്രമേ ഈ പറയുന്ന ജി കെ ടോപ്പിക്കുള്ളൂ. സോ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് അതൊരു ടൈം വേസ്റ്റ് ആണ്. സോ വെറുതെ ഇനി ജി കെ പഠിക്കാമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കാര്യമായിട്ട് കറണ്ട് അഫയേഴ്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. എന്നാൽ അതേസമയം ജി കെ മാറ്റി നിർത്തിയ മറ്റുള്ള ടോപ്പിക്കുകളുടെ മാർക്ക് നോക്കുമ്പോൾ ഇപ്പോൾ സയൻസ് 25, മാത്സ് 25, ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30, ടോട്ടൽ കൂട്ടി 25, 25, 30, ടോട്ടൽ 80 മാർക്ക് ഉണ്ട്. സോ ഈ 80 മാർക്ക് തന്നെ മതി ഗ്രൂപ്പ് ഡി എക്സാമിൽ കട്ട് ഓഫും മറികടക്കാൻ. മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഈ മൂന്ന് സബ്ജക്റ്റും കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കുക. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. മാക്സിമം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ പാറ്റേൺ മനസ്സിലാക്കുക. അല്ലാതെ ജി കെ ടോപ്പിക്കിന് വേണ്ടി 20 മാർക്ക് കളയാൻ ആവശ്യമില്ല. കാരണം ജി കെ പറഞ്ഞ കടൽ പോയി കിടക്കുന്ന സാധനം. സയൻസും മാത്സും ഇംഗ്ലീഷും ഈ മൂന്ന് സബ്ജക്ട് പഠിച്ചാൽ മാത്രം മതി ഗ്രൂപ്പ് ഡി എക്സാമിൽ കടക്കാൻ പറഞ്ഞത്. ഇനിയിപ്പോ ഈ സയൻസ് പറഞ്ഞാൽ സയൻസ് എങ്ങനെ പഠിക്കാന്ന് വെച്ചാല് നമ്മുടെ ഹൈസ്കൂള് 8ാം ക്ലാസ് മുതൽ 8 മുതൽ 12 വരെ ഉള്ള 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഈ NCERT ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്ത് പഠിക്കാനുള്ള കാര്യം എന്തുള്ളൂ സയൻസും. പിന്നെ മാത്സും ഇന്റലിജൻസും. ഇപ്പൊ NTPC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തവർ, അല്ലാണ്ട് ഫ്രഷറായി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്സിലൊക്കെ നല്ല ഫാസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ അത് പറയാൻ ചെയ്യാം.